ജന്മം കൊണ്ടല്ലെങ്കിലും ജീവിത തൊഴിൽ മാർഗം കൊണ്ടും നിലവാരം കൊണ്ടും ചിലർ തുല്യരാകാറുണ്ട്. അങ്ങനെ തുല്യരായ രണ്ടുപേരാണ് നമ്മുടെ ഹാൽവിൻ അച്ചായനും അനിൽ കൊടി തോട്ടം. ഇവർ രണ്ടുപേരും. സംഗതി ഇവരുടെ പ്രധാനപ്പെട്ട വിനോദം ഈ പറയുന്ന ലോഹ അണിഞ്ഞുകൊണ്ട് ക്രൈസ്തവ പ്രമാണങ്ങളെക്കുറിച്ച് അഗാധമായ ജ്ഞാനമുള്ളവരും അതുപോലെ തന്നെ പണ്ഡിതരുമാണെന്നുള്ള രീതിയിൽ കരക്കാരുടെ ശമ്പളത്തിൽ കരക്കാരുടെ ചെലവിൽ ഇത് പറയാൻ നിയോഗിക്കപ്പെട്ടവരാണെന്നുള്ള ഭാഷ്യത്തിൽ ജീവിച്ചു പോരുന്ന രണ്ടാൾ രൂപങ്ങളാണ്. യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ മതത്തെക്കുറിച്ച് പോലും കാര്യമായി പറയാനുള്ള എന്തെങ്കിലും അറിവോ പാണ്ഡിത്യമോ അത്തരം കാര്യങ്ങളോ സംഗതികളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ചളി വർത്തമാനമാണ് ഏറ്റവും ഇഷ്ടം. കൊടുത്തോട്ടവേ, നീ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. അതിൽ ചുമ്മാ മുഹമ്മദും ഈസാ മുഹമ്മദും ജംഗ്ഷൻ മുഹമ്മദും എന്നൊക്കെ പറഞ്ഞൊരു ടൈറ്റിലൊക്കെ ഉണ്ടാക്കി നിൻ്റെ സ്വതസിദ്ധമായ ചളിക്കപ്പുറത്ത് മുഹമ്മദ് ഈസ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ മതവിശ്വാസിയായിരുന്ന പിന്നീട് ഇസ്ലാം മതത്തിലേക്ക് വന്ന അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങളെക്കുറിച്ച് നിനക്ക് വ്യക്തമായ ഉത്തരവൊന്നും ഇല്ലെന്ന് മാത്രമല്ല, നീ കൊടുത്തിട്ടുള്ള ഉത്തരങ്ങൾ വീണ്ടും ഈസ വലിച്ചു കീറി നിനക്ക് അങ്ങോട്ട് തന്നിട്ടുണ്ട്. നിൻ്റെ ഇഷ്ടപ്പെട്ട വിനോദം ഈ പറയുന്ന ചളി വർത്തമാനവും അങ്ങനെ പറയലും, കുറച്ച് മുഹമ്മദ് നബിയെ പറയലും, കുറച്ചല്ലാത്തവരെ പറയലും. നിൻ്റെ ഏതെങ്കിലും പ്രമാണത്തിൽ അങ്ങനെ പറഞ്ഞാണ് നിൻ്റെ മതം വളർത്തേണ്ടതെന്ന് എവിടെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. പക്ഷേ നിനക്ക് ജീവിക്കണമെങ്കിൽ അതുമാത്രമേ മാർഗമുള്ളൂ എന്ന് നിനക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് നീ ആ വീഡിയോയിൽ മുഹമ്മദ് ഈസ ജംഗ്ഷൻ മുഹമ്മദിൻ്റെ വീട്ടിൽ വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഞാൻ പറയാതെ അറിയാതെ പറഞ്ഞു പോകുന്നത് കൊണ്ട് നിങ്ങൾ എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് നിനക്കെന്തോ നിലവാരം ഉണ്ടെന്നൊക്കെയാണ് നീ വിചാരിക്കുന്നത്. ആ റേഞ്ചിലൊന്നും അങ്ങനെ ആരും കാണുന്നില്ല. വടക്കേപ്പുറത്താണ് സ്ഥാനം. പിന്നിപ്പോൾ ഇസ്ലാമോഫോബിയയുടെ കാലത്ത് ഈ പണി ചെയ്യിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ ഈ വീടുകളിലൊക്കെ പല രീതിയിൽ ചീഞ്ഞോ നാറിയോ കിടക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, അത് തൊടണ്ട മറ്റോൻ വരുമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ മറ്റോനെ വരുത്തുന്ന ഗണത്തിൽപ്പെടുന്നവനാണ് നീ. അതുകൊണ്ട് നിൻ്റെ ചുമതല അതുതന്നെയാണ്. അതുകൊണ്ട് നിൻ്റെ ചളിവർത്തമാനം ഓരോന്നും വെച്ച് ഇങ്ങനെ മറുപടി പറയാനൊന്നും ഞാൻ പോകുന്നില്ല. നിനക്ക് ഇഷ്ടം അതാണ്. പക്ഷേ മുഹമ്മദ് ഈസ ചോദിക്കും നീ കൊടുക്കും എന്ന് പറഞ്ഞ് മുഹമ്മദ് ഈസ ആവർത്തിച്ച് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ആ ചോദിച്ചതിന് നീ അവസാനം ഗത്യന്തരമില്ലാതൊരു മറുപടി കൊടുത്തു. ആ മറുപടിയെക്കുറിച്ച് മുഹമ്മദ് ഈസ ഇട്ടൊരു വീഡിയോ ഉണ്ട്. ആ മറുപടി ഞാൻ കേട്ടപ്പോൾ ചിരിച്ചുപോയി. മുഹമ്മദ് ഈസയ്ക്ക് കൊടുത്ത നിൻ്റെ മറുപടിയിൽ നീ പറയുന്നത് ഈ ബൈബിളിലെയും യഹോവായ ദൈവവും യേശുക്രിസ്തുവും തമ്മിലുള്ള അന്തരവും അല്ലെങ്കിൽ യുദ്ധസമയത്തെ മനുഷ്യരെ കൊല്ലുന്നതിൻ്റെ ചരിത്രവും കൊല്ലാൻ പറഞ്ഞ ആ ഭാഗങ്ങളുമൊക്കെ പറഞ്ഞപ്പോൾ നീ ഉപയോഗിച്ചത് എന്താ? അങ്ങനെ യഹോവായ ദൈവത്തിന് യേശുക്രിസ്തുവിന് ആരുടെയും ജീവൻ പിൻവലിക്കാനുള്ള അവകാശമുണ്ടെന്ന്. അതെന്താ പിൻവലിക്കുക? സാധാരണ നീ ബാക്കി ഇസ്ലാം മതത്തെക്കുറിച്ചൊക്കെ പറയുമ്പം യുദ്ധം, കൊലപാതകം, ഉന്മൂലനം, വാള്, തോക്ക് എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്ന നീ എവിടെ നിന്നാണ് മരിക്കുന്നതിന് പിൻവലിക്കുക എന്നുള്ള ഒരു സംഗതി കണ്ടെത്തിയത്? എന്തായാലും ശബ്ദധാരാവലിയിലും മലയാള ഭാഷയിലുമൊന്നും പര്യായപദമായോ നാനാർത്ഥമായോ കൊല്ലുന്നതിന് പിൻവലിക്കുക എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല. ഏതായാലും അങ്ങനെ പിൻവലിക്കുക, അങ്ങനെയാണെങ്കിൽ ബദർ യുദ്ധത്തിൽ കുറേ പേരെ പിൻവലിച്ചു, ഉഹുദ് യുദ്ധത്തിൽ കുറേ പേരെ പിൻവലിച്ചു എന്നൊക്കെയല്ലേ നീ പറയേണ്ടത്. അവിടെ പറയുമ്പോൾ നീ അങ്ങനെയല്ലല്ലോ പറയുന്നത്. യുദ്ധവീരനായ പ്രവാചകൻ, ആളുകളെ കൊല്ലുന്നവനായ പ്രവാചകൻ എന്നൊക്കെ പറയുന്ന നീ ഇപ്പോൾ എന്താണ് പിൻവലിച്ചു എന്ന് പറയുന്നത്? അത് മാത്രമല്ല, നീ പറഞ്ഞ ദൈവത്തിൻ്റെ ആ നന്മയായ സംഗതികളും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോട് പുലർത്തുന്ന നീതിപൂർവമായ സമീപനത്തെക്കുറിച്ചുമൊക്കെ മുഹമ്മദ് ഈസ നന്നായി പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഈസയുടെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഇടുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഫുള്ളായി തന്നെ ഇടുകയാണ്. കുറച്ച് ദൈർഘ്യമുണ്ട്, നിങ്ങൾ കേൾക്കണം. ഈ ക്രൈസ്തവ മതവിശ്വാസികൾ എത്രത്തോളം ഇവനെക്കൊണ്ട് എവിടെല്ലാം പറയിക്കുന്നോ അത്രത്തോളം അത് പ്രതിസന്ധിയിലാവുകയും ബുദ്ധിമുട്ടാവുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ചിലവിന് കൊടുത്ത് എവിടെങ്കിലും ഇരുത്തലാണ് നല്ലത്. സെൻകുമാറിനെ വായി വരുന്ന പോലെ എന്തോ പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങനെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചതുപോലെ ആ തറിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ നോക്ക്. അല്ലാതെ ഇതിനൊന്നും മുഹമ്മദ് ഈസയോട് മറുപടി പറയാനൊന്നും നീ മെനക്കെടണ്ട, അതിനാളായില്ല. അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, മുഹമ്മദ് ഈസ ചോദിക്കും
നമ്മൾ കൊടുക്കും എന്ന അവകാശവാദവുമായി വന്ന പാസ്റ്റർ അനിലിനോട്, എങ്കിൽ താങ്കൾ എൻ്റെ ഈ 3 ചോദ്യങ്ങൾക്കൊന്ന് മറുപടി പറയൂ. കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആദ്യമൊക്കെ വെച്ച കുറേ ഉപാധികളൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹം 3ാമത്തെ ചോദ്യത്തിന് പറഞ്ഞ മറുപടി നമ്മൾ കഴിഞ്ഞ തവണ വിശകലനം ചെയ്തു. ഇന്ന് അദ്ദേഹം എൻ്റെ 2ാമത്തെ ചോദ്യത്തിന് പറഞ്ഞ മറുപടിയാണ് വിശകലനം ചെയ്യുന്നത്. ആദ്യം നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ പഴയ നിയമത്തിൽ കണ്ട കാര്യാദികൾക്ക്, അവിടുത്തെ ആക്ടിവിറ്റികൾക്ക് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം യഹോവ എന്ന പേരുള്ള പുത്രന് ബാധകമാണ്. ബാധകമാണ്, ആരാ പറഞ്ഞല്ലെന്ന്. എന്നാൽ പഴയ നിയമത്തിലെ സംഭവ വികാസങ്ങൾ അതിൽ ദൈവത്തിൻ്റെ അപ്രൂവൽ ഉള്ളതുകൊണ്ട് മനുഷ്യൻ തനിച്ച് ചെയ്തതുണ്ട്. അവയെ വേറിട്ട് കാണേണ്ടതാണ്. അങ്ങനെയെങ്കിൽ അമാലേക്കൈസിനെ കൊല്ലുന്നതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ ബൈബിളിൽ ഇല്ലേ? ഇതിന് യേശുക്രിസ്തുവിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ദൈവം ഒന്നില്ലേ? തീർച്ചയായിട്ടും. എന്നാൽ എവിടെയാണ് നമുക്ക് അക്കാര്യത്തിൽ മുഹമ്മദിൽ നിന്നും അള്ളാഹുടെ കൊലയിൽ നിന്നും അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ അതിക്രമങ്ങളിൽ നിന്നൊക്കെ ഇത് വ്യത്യാസമായിരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഒരു മനുഷ്യൻ എന്തായിരിക്കണം എന്നതിന് മാതൃകായോഗ്യനായി ദൈവം ജഡത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തു എന്ന 33 വയസ്സുവരെ 33.5 വയസ്സുവരെ ജീവിച്ചിരുന്ന ആ മഹാനുഭവൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളില്ല എന്ന് യേശുവിൻ്റെ മനുഷ്യത്വത്തെ ആധാരമാക്കിയാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ദൈവത്തിന് തൻ്റെ സർവാധികാരത്തിൽ ഇത്തരത്തിലുള്ള ഏതൊരാളെയും പിൻവലിക്കാം. ഇനി അമാലേക്കേഴ്സിൻ്റെ അടുത്ത് വരെ പോണ്ട. കർത്താവ് സത്യദൈവം ഇന്നും മനുഷ്യരെ കൊന്നിട്ടുണ്ട്. സർവശക്തന് ഒരാളെ അവൻ്റെ ഇഷ്ടം പോലെ പിൻവലിക്കാം. ഇതാണ് ഞങ്ങളുടെ വീക്ഷണം. ആ ഉത്തരവും പൂർണ്ണമാണ്. അവിടെ നിർത്തുന്നത്. അതെ, അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ പൂർണ്ണമാണ്. ഞാൻ എന്താണോ എൻ്റെ ആ ചോദ്യത്തിലൂടെ കിട്ടണമെന്ന് ആഗ്രഹിച്ചത് അത് നല്ല വെടിപ്പായിട്ട് പാസ്റ്റർ അനിൽ പറയുന്നുണ്ട്. എന്നാൽ അനിൽ അവിടെ അവകാശപ്പെടുന്നത് അതൊരു പുതിയ കാര്യമൊന്നുമല്ല. കാരണം ഇസ്രയേലിയരെ കൊണ്ട് കൊല്ലിച്ചതും കൊള്ളയടിപ്പിച്ചതും അവർക്ക് ബഹുഭാരിത്വം അനുവദിച്ചതും അടിമ സ്ത്രീകളെ അനുവദിച്ചതുമായിട്ടുള്ള, അതേപോലെ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലിക്കുന്ന, അതേപോലെ തന്നെ അടിമ വ്യവസ്ഥ, അടിമ കച്ചവട സംബന്ധമായ നിയമങ്ങൾ നൽകുന്ന, ഇതെല്ലാം നൽകിയിട്ടുള്ള ആ ദൈവം ഉണ്ടല്ലോ, ആ ദൈവം അത് യേശു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലെല്ലാം തന്നെ യേശുവിന് ഉത്തരവാദിത്വമുണ്ട്. ഇത് ഞങ്ങളാരും മറച്ചു വെച്ചിട്ടില്ല, ഇത് അതിനകത്ത് ആർക്കും സംശയമില്ല എന്നൊക്കെയാണ് പാസ്റ്റർ അനിൽ പറയുന്നതെങ്കിലും, എന്നാൽ നമ്മൾ ക്രൈസ്തവരോട് ചോദിച്ചാൽ അറിയാം, ഈ പാസ്റ്റർ അനിലായിരിക്കും ആദ്യമായി ഈ കാര്യം തുറന്ന് സമ്മതിക്കുന്നത്. അല്ലെങ്കിൽ പാസ്റ്റർ അനിൽ പറയണം, താങ്കൾ ഈ ഗത്യന്തരമില്ലാതെ ഈ പറഞ്ഞതല്ലാതെ താങ്കൾക്ക് മുമ്പ് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു പുസ്തകത്തിലോ ഒരു പ്രസംഗത്തിലോ യേശുക്രിസ്തു കൊന്നിട്ടുണ്ട്, കൊല്ലിച്ചിട്ടുണ്ട്, കൊള്ളയടിപ്പിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയ ഒരു കാര്യം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് താങ്കളൊന്ന് വ്യക്തമാക്കണം. അപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഹാരിസ് മദനി ഈ വിഷയത്തിൽ അനിൽകുമാർ അയ്യപ്പനുമായിട്ട് ചർച്ച നടക്കുന്ന സമയത്ത് പ്രവാചകരുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങൾ ഈ അനിൽ അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഹാരിസ് മദനിയും അതേപോലെ തന്നെ യേശുക്രിസ്തു കൊന്നിട്ടുണ്ട്, കൊല്ലിച്ചിട്ടുണ്ട്, കൊള്ളയടിപ്പിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമെന്നുള്ള നിലയിൽ പ്രത്യേക റെഫറൻസുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് വെച്ചപ്പോൾ ഇത് കേട്ട ക്രൈസ്തവ ലോകം ഞെട്ടി, മറുനാടൻ ഷാജൻ സ്കറിയ ഞെട്ടി, അതേപോലെ തന്നെ കാസയുടെ അതിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള കെവിൻ പീറ്റർ ഞെട്ടി. വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഏറ്റവും അവസാനം ഹാരിസ് മദനിക്കെതിരെ കേസ് കൊടുത്തു. എന്താണ്? കാരണം യേശുക്രിസ്തു ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ യേശുക്രിസ്തുവിനെതിരായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ആരോപണമായിട്ട് വെച്ചത്. ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്നു. അപ്പോൾ പാസ്റ്റർ അനിലിന് താങ്കളുടെ കൂടെ ഇരിക്കുന്ന കെവിൻ പീറ്ററോട് അത് ക്രൈസ്തവ വീക്ഷണപ്രകാരം, തൃത്വ വീക്ഷണപ്രകാരം യഹോവ എന്ന് പറഞ്ഞാൽ അതിൽ പുത്രനായ യേശുവുമുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിൽ യേശുവിന് പങ്കുണ്ട്. ആ കാരണത്താൽ ഹാരിസ് മദനിക്കെതിരായിട്ട് നമ്മൾ കേസ് കൊടുക്കാൻ പാടില്ല എന്ന് താങ്കൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? താങ്കൾ പറയില്ല. കാരണം ക്രൈസ്തവ ലോകം ഒരിക്കലും യേശു ക്രിസ്തുവിനെ ഈ രൂപത്തിലല്ല മനസ്സിലാക്കുന്നത്. അവർ കാണുന്നത് ഗെത്സമന തോട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന, അതേപോലെ കുറേ ആടുകളുമായിട്ട് നടക്കുന്ന, ചില കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കുന്ന, അതേപോലെ തന്നെ നാട്ടുകാരുടെ എല്ലാം പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിക്കുന്ന, ആളുകൾ മർദ്ദിക്കുന്ന,
ഇങ്ങനെ പലരാലും ഉപദ്രവിക്കപ്പെടുകയും അതെല്ലാം സഹിക്കുകയും ചെയ്യുന്ന ഒരു സാധു മനുഷ്യനായിട്ടാണ് നിങ്ങൾ യേശുവിനെ ചിത്രീകരിക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ ഈ യേശു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പവറിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം ദൈവമായി ഇരുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തുറന്നു പറയാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. ഇക്കാര്യം ആദ്യമായി തുറന്നു സമ്മതിച്ച ആദ്യ ക്രൈസ്തവൻ എന്ന് പറയുന്ന പ്രത്യേക ഒരു വിശേഷണം താങ്കൾ ഇതിലൂടെ നേടിയെടുത്തിരിക്കുകയാണ്. അതിന് താങ്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൽ ശ്രദ്ധിച്ചാൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ ലോജിക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിലും അത് പറയാം. അതിൽ അദ്ദേഹം പറയുന്നത് അമാലേക്യരെ കൊന്നതിൽ, കാരണം അമാലേക്യരുടെ കേസിലാണ് അവിടെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മൂല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും അവിടെയുള്ള മൃഗങ്ങളെയും എല്ലാം കൊല്ലാൻ പറയുന്നത്. ആ കൊന്നതിൽ യേശുവിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് പാസ്റ്റർ അനിൽ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത് ഇത് ഇസ്ലാമിലെ യുദ്ധങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട്. കാരണം ഒരു മനുഷ്യൻ എന്തായിരിക്കണം എന്ന് മാതൃകായോഗ്യനായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് 33 വയസ്സ് വരെ ജീവിച്ച ആ മഹാനുഭാവൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇല്ല എന്ന യേശുവിൻ്റെ മനുഷ്യത്വത്തെ ആധാരമാക്കിയാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അത് വളരെ കുറഞ്ഞു പോയില്ലേ പാസ്റ്റർ അനിലെ? കാരണം നിത്യമായി നിൽക്കുന്ന, അനന്തമായി നിലനിൽക്കുന്ന, എന്നെന്നും നിലനിൽക്കുന്ന നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ദൈവമായിരിക്കുന്ന ആ യഥാർത്ഥ ഭാവത്തിൽ നിന്ന് വിട്ട് അദ്ദേഹം വെറും 33 വയസ്സ് മാത്രം ലോകത്തിൽ ജീവിച്ചപ്പോൾ അതിൽ തന്നെ വെറും 3.5 വർഷത്തെക്കുറിച്ച് മാത്രം ഈ ബൈബിളിൽ കാണുമ്പോൾ അതും മൊത്തം ഒരു വെറും 19-20 പേജുകളിൽ വരുന്ന രൂപത്തിൽ ചില പ്രസംഗങ്ങൾ മാത്രമായി നിലകൊള്ളുന്നതിൽ നിന്നുകൊണ്ടാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? നിങ്ങളുടെ വിശ്വാസപ്രകാരം യേശു ദൈവമാണെങ്കിൽ അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ചർച്ച അത് ആദ്യം മുതൽ നിങ്ങൾക്കറിയപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടേ? അതിൽ നിന്ന് മാറി വെറും 33 വയസ്സ് ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് വളരെ വളരെ ബലഹീനമായ ഒരു വാദമാണ്. മറ്റൊന്ന് താങ്കൾ പറയുന്നത് ഇവിടെ മാതൃകായോഗ്യനായ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് യേശു വന്ന് പഠിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ മുകളിൽ ഇരുന്നു കൊണ്ട് യേശു കൽപ്പിച്ചപ്പോൾ അത് മനുഷ്യൻ അനുസരിക്കാൻ വേണ്ടിയല്ലേ കൽപ്പിച്ചത്? അപ്പോൾ അന്ന് യേശു പറഞ്ഞത് അനുസരിച്ച മോശയും യോശുവയും ദാവീദും അടക്കമുള്ള ആളുകൾ ആ ചെയ്തത് തെറ്റാണോ? അവർ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം പോലെ അവരാരെയും കൊല്ലുന്നില്ല, അവർ യുദ്ധം ചെയ്യുന്നില്ല, അവർ കൊള്ള പിടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു എങ്കിൽ മുകളിൽ ഇരുന്ന് യേശു കൽപ്പിച്ച കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചാൽ നിങ്ങളുടെ ഈ യേശു തന്നെ അവർക്ക് മരണശിക്ഷ തന്നെ ബൈബിളിൽ പറയുമ്പോൾ അവർക്കത് അനുസരിക്കാതിരിക്കാൻ നിർവാഹമുണ്ടോ? അപ്പോൾ പാസ്റ്റർ അനിലിൻ്റെ ഈ വാദം വളരെ ബാലിശമായി പോയി. കാരണം അദ്ദേഹത്തിൻ്റെ ആ ദൈവം തന്നെ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത ആളുകൾ മാതൃകായോഗ്യരല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ നിർദ്ദേശം കൊടുത്ത ആളുടെ ഭാഗത്തല്ലേ തെറ്റുള്ളത്? അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതാണ് പാസ്റ്റർ അനിൽ അതിന് മറുപടി പറഞ്ഞത്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ആ ഭാഷയിൽ വന്ന ഒരു മാറ്റമാണ്. സാധാരണ ഇസ്ലാമുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് എത്രത്തോളം ഒരു ഭീകരാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പാസ്റ്റർ അനിൽ ബൈബിളിലെ ദൈവം കൊന്ന വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ കൊന്ന വിഷയം യേശുവിലേക്ക് ചേർത്ത് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ മൃദുവായി, വളരെ സൗമ്യമായി, വളരെ തേനിൽ പുരട്ടിയാണ് അദ്ദേഹം പറയുന്നത് ദൈവത്തിന് തൻ്റെ സർവാധികാരത്തിൽ ഇത്തരത്തിൽ ഏതൊരാളെയും പിൻവലിക്കാം, കൊല്ലുകയല്ല, പിൻവലിക്കാം. ഈ ഫുട്ബോൾ കളിയൊക്കെ നടക്കുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ വിളിച്ചിങ്ങോട്ട് വരുത്തുന്ന പോലെ ഉള്ള ഒരു വളരെ ലഘുവായ ലളിതമായ ഒരു പരിപാടിയായിട്ടാണ് പാസ്റ്റർ അനിൽ പറയുന്നത്. ഇതേ രീതിയിൽ പറയുകയാണെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഖൈബറിൽ കുറച്ച് യഹൂദന്മാരെ പിൻവലിച്ചു, ബനു ഖുറൈദയിലെ കുറേ യഹൂദന്മാരെ പിൻവലിച്ചു, അതേപോലെ തന്നെ നബിയുമായിട്ട് യുദ്ധത്തിന് വന്ന കുറേ ആളുകളെ പിൻവലിച്ചു എന്ന രൂപത്തിൽ അതങ്ങ് മനസ്സിലാക്കിയാൽ പോരായിരുന്നോ? അപ്പോൾ വാസ്തവത്തിൽ ഇസ്ലാമിനെതിരെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ശത്രുക്കളായിട്ടുള്ള ആളുകൾ നബിയെ ആക്രമിക്കാനും അതേപോലെ ഇസ്ലാമിക വ്യവസ്ഥകൾ ഇല്ലാതാക്കാനും ശ്രമിച്ച സമയത്ത്, അതേപോലെ തന്നെ അവരുടെ നിലനിൽപ്പിനുമൊക്കെ ആയിട്ട് അവിടെ പോരാട്ടങ്ങൾ നടന്നപ്പോൾ അതിനെ വിമർശിക്കാൻ വന്ന് അതിനെ ഒരു വലിയ ഒരു ക്രിമിനൽ പ്രവർത്തനമായി ചിത്രീകരിക്കാൻ വന്ന പാസ്റ്റർ അനിലും കൂട്ടരും ഈ മിഷണറി സംഘം ഇപ്പോൾ നിലവിൽ ഇതുവരെ ആരും പറയാത്ത രൂപത്തിൽ യേശു ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്, യേശുവിന് ഇതിനെല്ലാം ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് എത്തിയത്. അവർ ഏതൊരു വിമർശനമാണോ ഇസ്ലാമിനെതിരെ കൊണ്ടുവന്നത് അതിൻ്റെ 100 ഇരട്ടിയായിട്ട് അത് യേശുവിലേക്ക് ബൂമറാങ് പോലും മടങ്ങി വന്ന് അതും മേടിച്ച് പോക്കറ്റിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്
പാസ്റ്റർ അനിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ബൈബിളിനകത്ത് പഴയ നിയമ ഭാഗത്ത് യഹോവ കൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്തം യേശുവിനുണ്ട്. എന്നാൽ ഈ പ്രവാചകന്മാർ തന്നെ എന്തെങ്കിലും തന്നിഷ്ടപ്രകാരമോ സ്വന്തം ഇഷ്ടപ്രകാരമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം യേശുവിൻ്റെ തലയിൽ വെക്കരുത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ യഹോവ പറഞ്ഞതായിട്ട് ബൈബിളിൽ ഉള്ളത് എന്ന് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ കൺഫ്യൂഷനൊക്കെ മാറ്റി നല്ല വെടിപ്പായിട്ട് എന്തൊക്കെയാണ് യേശുവിൻ്റെ ചുമലിലേക്ക് വരുന്ന ഭാരങ്ങൾ എന്ന് നമുക്ക് ഓരോന്നായിട്ടൊന്ന് പറയാം. ഇവിടെ ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാസ്തവത്തിൽ ഈ ക്രൈസ്തവ വിശ്വാസികളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ, അതിൻ്റെ 2-ാം പുസ്തകമായിട്ടുള്ള പുറപ്പാട്, ഈ 1-ാം പുസ്തകത്തിൽ ഈ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ 2-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിനെ പുറപ്പാട്, എക്സോഡസ് എന്നാണ് പറയുന്നത്. ആ പുറപ്പാട് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഫറവോൻ്റെ ഭരണത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് മോശ പ്രവാചകനിലൂടെ അവർ കനാന്യർ എന്ന് പറയുന്ന ഒരു ജനസമൂഹം താമസിക്കുന്ന ആ നാട്ടിലേക്ക് ചെല്ലുകയും ആ പോകുന്ന വഴിയിൽ തന്നെ ഇവർ 6 ലക്ഷത്തോളം വരുന്ന സൈന്യത്തെ ഇവരുടെ ദൈവം അഥവാ ഇവർ വിശ്വസിക്കുന്ന പ്രകാരം യേശു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുകയും എന്നിട്ട് ആ നാട് യുദ്ധം ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നൊടുക്കി ആ നാട് പിടിച്ചെടുത്ത് ആ നാടിനെ കൊള്ള മുതലായി ഇവർ വീതം വെച്ച് ഈ ഇസ്രയേലിയരായിട്ടുള്ള ഈ ആളുകൾ അവിടെ താമസിച്ച ആ നാടിന് ഇസ്രയേൽ എന്ന് പറയുന്ന പേര് വരികയാണ്. ആ ഇസ്രയേൽ എന്ന് പറയുന്ന നാട്ടിൽ പിന്നീട് പ്രവാചകന്മാർ വന്നതും അവിടുത്തെ ജനങ്ങൾ അനുസരിച്ചതും അനുസരിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ വന്നിട്ടുള്ള മറ്റു സംഭവങ്ങൾ, ഇതാണ് ബൈബിളിൻ്റെ മുഴുവൻ കഥ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ ബൈബിളിൻ്റെ പ്രതലം തന്നെ യുദ്ധത്തിലും കൊള്ള മുതലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സ്ഥലത്തിരുന്നു കൊണ്ട് അവിടുത്തെ കഥ പറയുന്ന പുസ്തകം ഇവിടെ പ്രചരിപ്പിച്ചിട്ടാണ് അവർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ യുദ്ധം നടന്നില്ലേ, കൊള്ള മുതൽ പിടിച്ചില്ലേ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. ഈ ചോദിക്കുന്ന ആളുടെ അവസ്ഥ എന്താ? ഇവൻ ഇരിക്കുന്നത് തന്നെ ഒരു കൊള്ള മുതലിലാണ് ഇരിക്കുന്നത്. ആ കൊള്ള മുതൽ നടന്ന കഥയാണ് ഇവർക്ക് പറയാനുള്ളത്. എന്നിട്ടാണ് അവർ ഇസ്ലാമിന് നേരെ വിമർശനം ഉന്നയിച്ചത്. ഇനി നമുക്ക് ഈ ബൈബിളിൽ ഇവർ യേശുവാണ് ഈ ഏക ദൈവമെന്ന് ഇവർ വിശ്വസിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ യേശുവിനെ ഏത് രൂപത്തിൽ മനസ്സിലാക്കണം. കാരണം ദൈവം ഇന്നതാണെന്നും ദൈവത്തിൻ്റെ കൽപ്പന ഇന്നതാണെന്നും ബൈബിളിനകത്ത് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. അതിലൂടെ നമുക്കൊന്ന് പോയാൽ എന്താണ് യേശു എന്ന് ഇവർ വിശ്വസിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ സംസാരത്തിലുടനീളം ഇവർ വിശ്വസിക്കുന്നത് പോലെ യേശു ഇവരുടെ ദൈവമാണെങ്കിൽ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നത് അല്ലാതെ ഞാൻ പറഞ്ഞു പോയാൽ ഇവർ ഹാരിസ് മദനിക്കെതിരെ കേസ് കൊടുത്തതുപോലെ എൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്ത് യേശു കൊന്നിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് ഈ ചർച്ചകളൊന്നും ശ്രദ്ധിക്കാത്ത പാവപ്പെട്ട ക്രൈസ്തവർ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയും അവരുടെ വികാരത്തെ ഇളക്കി എനിക്കെതിരെ ഒരു കേസ് സംഘടിപ്പിക്കാൻ ഇവർ നോക്കിയിരിക്കും. ആ സമയത്ത് ഞങ്ങളിതൊക്കെ പറയുന്നത് തന്നെയാണെന്ന് പറഞ്ഞ് തിരുത്താനൊന്നും ഈ അനിൽ കൊടിത്തോട്ടമോ അദ്ദേഹത്തിൻ്റെ അനുയായികളോ ഒന്നും തന്നെ വരികയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ബൈബിൾ അടിസ്ഥാനത്തിൽ യേശു ദൈവമാണെങ്കിൽ യേശു പറയുന്ന വാക്കുകളായിട്ട് ബൈബിളിൽ കാണുന്നത് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 42 വരെയുള്ള ഭാഗത്ത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുകയാണ്. ആരാണ് ഈ ദൈവം? ഇതാ ഞാനാണ്, ഞാൻ മാത്രമാണ് ദൈവം, ഞാനല്ലാതെ വേറെ ദൈവമില്ല. കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ, മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആർക്കും സാധ്യമല്ല. ഇതാ സ്വർഗത്തിലേക്ക് കരമുയർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനാണ് എന്നേക്കും ജീവിക്കുന്നവൻ. തിളങ്ങുന്ന വാളിന് ഞാൻ മൂർച്ച കൂട്ടും, വിധി തീർപ്പ് കയ്യിലെടുക്കും. എൻ്റെ ശത്രുക്കളോട് ഞാൻ പക വീട്ടും, എന്നെ വെറുക്കുന്നവരോട് പകരം ചോദിക്കും. എൻ്റെ അസ്ത്രങ്ങൾ രക്തം കുടിച്ചു മതിക്കും, എൻ്റെ വാൾ മാംസം വിഴുങ്ങും. മാരകമായ മുറിവേറ്റവരുടെയും തടവുകാരുടെയും രക്തം ശത്രു നേതാക്കളുടെ ശിരസ്സുകളും. അപ്പോൾ ഈ 33 വയസ്സ് വരെ ഈ വളരെ പാവമായി നടന്ന യേശു യഥാർത്ഥ ദൈവരൂപത്തിലിരിക്കെ യേശുവിൻ്റെ ശൈലിയെക്കുറിച്ചിട്ട് യേശു തന്നെ പറഞ്ഞു എന്ന് ക്രൈസ്തവ ലോകം വിശ്വസിക്കണമെന്നാണ് പാസ്റ്റർ അനിൽ പറയുന്നത്. അവിടെ ആ ദൈവത്തിൻ്റെ കയ്യിൽ വാളുണ്ട്, അതിൽ രക്തമുണ്ട്, അത് ശത്രുനായകന്മാരുടെ ശിരസ് വെട്ടിയെടുത്തതിൻ്റെ രക്തമാണ്. ആ ദൈവം കൊല്ലുന്നവനാണ്, മുറിപ്പെടുത്തുന്നവനാണ് എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ ദൈവത്തിൻ്റെ സഹിഷ്ണുതയായിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്? കർത്താവ് മോശയോട് കൽപ്പിച്ചു. നമ്മുടെ പാസ്റ്റർ അനിൽ പറഞ്ഞ പോലെ ഈ ദൈവം കൽപ്പിക്കാത്തതൊന്നും നമ്മൾ യേശുവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നില്ല. അവിടെ വളരെ കൃത്യമായിട്ട് കാണാം. ഈ ലേവ്യ പുസ്തകം 24-16 കാണാം,
കർത്താവ് മോശയോട് കൽപ്പിച്ചു, ശാപവാക്ക് പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോവുക. അവൻ പറഞ്ഞത് കേട്ടവരെല്ലാം അവൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം ജനം അവനെ കല്ലെറിയട്ടെ. എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുക, ദൈവത്തെ ശപിക്കുന്നവൻ തൻ്റെ പാപം വഹിക്കണം. കർത്താവിൻ്റെ നാമം ദുഷിക്കുന്നവനെ കൊന്നുകളയണം. സമൂഹം മുഴുവൻ അവനെ കല്ലെറിയണം. സ്വദേശിയോ വിദേശിയോ ആകട്ടെ, കർത്താവിൻ്റെ നാമം ദുഷിക്കുന്ന ഏവനും വധിക്കപ്പെടണം. നമ്മുടെ പാസ്റ്റർ അനിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ വിമർശിക്കുന്ന, ആ ദൈവത്തെ വിമർശിക്കുന്ന ആളുകളെ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഒരു സ്റ്റേറ്റിൽ, ആ ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ, ആ തിയോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എന്തു ചെയ്യണം? അങ്ങനെയുള്ളവനെ കല്ലെറിഞ്ഞ് സമൂഹം മുഴുവൻ കൊന്നുകളയണം. ഇവിടെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ തന്നെ ആ പ്രാർത്ഥനയിൽ കാണാം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണേ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? അങ്ങനെ ഒരു തിയോക്രാറ്റിക് ഗവൺമെൻറ് വന്നാൽ എങ്ങനെയായിരിക്കും അത് നടത്തുക? അത് ഇസ്രായേലിൽ എങ്ങനെ നടത്തി എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഞാൻ വായിച്ചത്. ഇനി ഇസ്രായേൽപ്പെട്ട ആരെങ്കിലും മറ്റൊരു വിശ്വാസം സ്വീകരിച്ചാലോ? അതിനെക്കുറിച്ചിട്ട് കാണാം. ഈ പറയപ്പെടുന്ന ആവർത്തന പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൽ കാണാം, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഏതെങ്കിലും പട്ടണത്തിൽ സ്ത്രീയോ പുരുഷനോ ആരായാലും അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും ഞാൻ വിലക്കിയിട്ടുള്ള അന്യദേവന്മാരെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശശക്തിയോ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞ് നീ കേട്ടാൽ ഉടനെ അതിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കണം. ഇസ്രായേലിൽ അങ്ങനെ ഒരു ഹീനകൃത്യം നടന്നിരിക്കുന്നുവെന്ന് തെളിഞ്ഞാൽ ആ തിന്മ പ്രവർത്തിച്ചയാളെ പട്ടണവാതുക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പോൾ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ, അയാൾ മറ്റൊരു വിശ്വാസം സ്വീകരിച്ചാൽ, അത് സൂര്യനെയോ ചന്ദ്രനെയോ ആരാധിക്കുന്ന രൂപത്തിലേക്ക്, സൂര്യ നമസ്കാര പരിപാടികളിലേക്കൊക്കെ കടന്നാൽ ആ ഗവൺമെൻറ് എന്ത് ചെയ്യണം? എന്താണ് നിങ്ങളുടെ യേശുക്രിസ്തു പറഞ്ഞതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്? അങ്ങനെയുള്ള ആളുകളെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇതും യേശുവിൻ്റെ കൽപ്പനയായിട്ട് വരും. അപ്പോൾ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് ആരുടെ മുമ്പിലും അവതരിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് ധൈര്യം കാണിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അതിന് സാധാരണ നിങ്ങളുടെ ഇടയിൽ പറയുന്നത് പോലെ ദൈവം കൽപ്പിച്ചു അതുകൊണ്ട് ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ ന്യായങ്ങൾ പറയണം. ഇനി അതല്ല, ദൈവം കൽപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം പൂർണ്ണമാണ് എന്നാണ് കരുതുന്നതെങ്കിൽ മറ്റു മതസ്ഥരോട് നിങ്ങൾ ഒരു ചോദ്യവും ചോദിക്കേണ്ടതില്ല. കാരണം അവരുടെ മതത്തിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും അവരുടെ ദൈവം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നിങ്ങളും ചോദിക്കാൻ പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലെത്തുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത്, ഈ യുദ്ധവും കൊള്ളമുതലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആവർത്തന പുസ്തകം 20:16 കടന്നാൽ അവിടെ യുദ്ധത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ച് കാണാം. യുദ്ധത്തിനായി നിങ്ങൾ ഒരു നഗരത്തെ സമീപിക്കുമ്പോൾ സമാധാന സന്ധിക്കുള്ള അവസരം നൽകണം. അവർ സമാധാന സന്ധിക്ക് തയ്യാറാവുകയും കവാടങ്ങൾ തുറന്നു തരികയും ചെയ്താൽ നഗരവാസികൾ അടിമകളായി നിന്നെ സേവിക്കട്ടെ. എന്നാൽ ആ നഗരം സന്ധി ചെയ്യാതെ നിനക്കെതിരെ യുദ്ധം ചെയ്താൽ നീ അതിനെ വളഞ്ഞ് ആക്രമിക്കണം. നിന്റെ ദൈവമായ കർത്താവ് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവിടെയുള്ള പുരുഷന്മാരെ എല്ലാം വാളിനിരയാക്കണം. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും നഗരത്തിലുള്ള മറ്റെല്ലാ സാധനങ്ങളോടൊപ്പം കൊള്ളവസ്തുക്കളായി എടുത്തുകൊള്ളുക. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ശത്രുക്കളുടെ വസ്തുവകളെല്ലാം അനുഭവിച്ചു കൊള്ളുക. ഈ ദേശക്കാരുടേതല്ലാത്ത വിദൂര സ്ഥലമായ പട്ടണങ്ങളോട് നീ ഇപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ഈ ജനതകളുടെ പട്ടണങ്ങളിൽ ഒന്നിനെയും ജീവിക്കാൻ അനുവദിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഹിത്യർ, അമോര്യർ, കനാനിയർ, പെരിസിയർ, ഹിവ്യർ, ജബൂസിയർ എന്നിവരെ നിശേഷം നശിപ്പിക്കണം. ഇവിടെ യുദ്ധത്തിൻ്റെ നിയമമായിട്ട് പറയുന്നത്, നിങ്ങളൊരു നാട് ആക്രമിക്കാൻ ചെല്ലുമ്പോൾ അവരോട് സന്ധി, സമാധാനം വിളിച്ചു പറയണം. ഇവരെ ആക്രമിക്കാൻ ചെല്ലുകയാണ്, സമാധാനം എന്ന് വിളിച്ചു പറയണം. അവരതിനെ അംഗീകരിച്ചാൽ അവർ അടിമകളായി ഇവർക്ക് സേവ ചെയ്യണം. ഇനി ആരെങ്കിലും ഇങ്ങനെ അടിമവേലയ്ക്ക് തയ്യാറല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? അവരോട് യുദ്ധം ചെയ്യും, പുരുഷന്മാരെ മുഴുവൻ കൊല്ലും, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാം. ഇത് നിയമമായി നൽകുകയാണ്. ഈ നിയമം എന്ന് പറയുന്നത് കനാനിയരുടെ കാര്യത്തിലല്ല. കാരണം ഈ കനാനിയരുടെ നാട്ടിൽ ഇവരെ ജീവിക്കാൻ അനുവദിക്കാതെ ഇവരെ ഓടിക്കണം. അതിനെന്ത് ചെയ്യണം? ഇവരെ കൂട്ടക്കൊല ചെയ്യണം. അതിനുശേഷം പറയുകയാണ്, ഇനി കനാനിയരുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം? അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുഞ്ഞുങ്ങളെന്നോ മൃഗങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ശ്വാസമുള്ള സകലതിനെയും കൊല്ലണം. അപ്പോൾ ഈ കൽപ്പന കൊടുത്തത് ആരാണെന്ന് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം പറയും. അങ്ങനെ കൽപ്പന കൊടുത്തതിൽ യേശുവിനും പങ്കുണ്ട് എന്ന് പാസ്റ്റർ അനിൽ പറയും. ഇനി മറ്റൊരു പുസ്തകമായ സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിൽ ദൈവം കൽപ്പിക്കുന്നു മോശയോട് 5 മിദ്യാനിയ രാജാക്കന്മാരോട് യുദ്ധം ചെയ്യാൻ.
ഇവിടെയും പാസ്റ്റർ അനിൽ പറഞ്ഞ പോലെ മോശ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല, നേരെ മറിച്ച് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യുന്നതാണ്. അങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്യുന്നു. ഈ രാജാക്കന്മാരെ എല്ലാം പരാജയപ്പെടുത്തി ഇവരെ അടിമകളായി പിടിച്ചപ്പോൾ അവിടേക്ക് മോശ പ്രവാചകൻ വന്നിട്ട് പറയുന്നു, ഇവിടെയുള്ള പുരുഷന്മാരെ മുഴുവൻ കൊന്നുകളയാൻ പറയുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾ തൊട്ട് അന്ന് ജനിച്ച കുഞ്ഞ് അടക്കമുള്ള മുഴുവൻ ആണുങ്ങളെയും അവിടെ കൊന്നുകളയുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഈ സ്ത്രീകളിൽ പുരുഷനോട് ശയിക്കാത്ത സ്ത്രീകളെ ഒഴികെ ബാക്കി എല്ലാവരെയും, അവിടെയുള്ള യുവതികളെയും അതേപോലെ തന്നെ വൃദ്ധകളെയെല്ലാം കൊന്നുകളയാൻ പറഞ്ഞ് അങ്ങനെ കൂട്ടക്കൊല ചെയ്യുന്നു. അങ്ങനെ പുരുഷനോട് ശയിക്കാത്ത സ്ത്രീകളെ മാത്രം തടവുകാരായി പിടിക്കുന്നു. ആ യുദ്ധത്തിൽ കിട്ടിയ വസ്തുക്കൾ, കൊള്ള മുതലുകൾ ഇവർ വീതം വെക്കേണ്ടത് എങ്ങനെയെന്ന് ഇവരുടെ ദൈവം, പാസ്റ്റർ അനിലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിന് പങ്കാളിത്തമുള്ള ആ വിഷയത്തിൽ കൊടുക്കുന്ന നിയമങ്ങൾ പ്രകാരം അവർക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? അവരുടെ യോദ്ധാക്കൾക്ക് കിട്ടിയത് ചെമ്മരിയാട് 3,37,000, കന്നുകാലി 36,000, കഴുത 30,500, കന്യകൾ പുരുഷനോട് ശയിക്കാത്ത സ്ത്രീകളെ അഥവാ പെൺകുട്ടികളെ കിട്ടിയത് 16,000. അതേപോലെ യോദ്ധാക്കളല്ലാത്ത സാധാരണക്കാർക്ക് കിട്ടിയത് ചെമ്മരിയാട് 6,75,000, കന്നുകാലി 72,000, കഴുത 61,000, കന്യകകൾ 35,000. എന്ന് വെച്ചാൽ എത്ര വലിയ ഒരു സമൂഹത്തിനെയാണ് ഇവർ കൊന്നൊടുക്കുന്നത്. കാരണം അവിടെ യോദ്ധാക്കൾക്ക് തന്നെ 16,000 പുരുഷനോട് ശയിക്കാത്ത സ്ത്രീകളെയും സാധാരണക്കാർക്ക് 35,000 ഇതേപോലെ സ്ത്രീകളെയും കിട്ടണമെങ്കിൽ, ഒരു സമൂഹത്തിൽ ഇവർ ഇത്രയും പേരെ ഇവർക്ക് വേർതിരിച്ച് കിട്ടണമെങ്കിൽ എത്ര ആളുകളെ ഇവർ കൊന്നിട്ടുണ്ടാവും, എത്ര ലക്ഷങ്ങളെ ഇവർ കൊന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഇവർ പിടിച്ചെടുത്ത് ഇവർ വീതം വെച്ച ഈ കൊള്ള മുതൽ നിന്നും യഹോവയ്ക്ക് ഓഹരി കൊടുക്കണമെന്നും ആ ഓഹരി പ്രകാരം ഇവരുടെ ദൈവത്തിന്, അല്ലെങ്കിൽ പാസ്റ്റർ അനിലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അനിലിൻ്റെ വിശ്വാസപ്രകാരം നമ്മുടെ യേശുവിന് കിട്ടിയത് എത്രയാണെന്ന് ചോദിച്ചാൽ ചെമ്മരിയാട് 675, കന്നുകാലി 72, കഴുത 61, കന്യകകൾ 32. ഈ കിട്ടിയ കന്യകകൾക്ക് എന്ത് ചെയ്യുന്നു? ഈ യേശുവിന് വേണ്ടി പൗരോഹിത്യ കർമ്മങ്ങൾ ചെയ്ത പുരോഹിതന്മാർക്ക് കൊടുക്കുന്നു. ഇത് ബൈബിൾ പുസ്തകം സംഖ്യ അധ്യായം 31. എനിക്കെതിരെ കേസുമായിട്ട് വരരുത്, പാസ്റ്റർ അനിലിനെതിരെ വേണമെങ്കിൽ ഒരു കേസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി പാസ്റ്റർ അനിൽ തന്നെ നേരിട്ട് സംബന്ധിച്ച അമാലേക്യരുടെ കേസിൽ എന്താ കാണുന്നത്? അവിടെ പുരുഷന്മാരെ കൊല്ലണം, സ്ത്രീകളെ കൊല്ലണം, മൂല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊല്ലണം എന്ന് പറഞ്ഞ് പ്രത്യേക നിർദ്ദേശം നൽകി കൽപ്പന കൊടുത്തു വിടുകയും അതിൽപ്പെട്ട ചില മൃഗങ്ങളെ കൊല്ലാത്തതിൻ്റെ പേരിൽ, അവരുടെ രാജാവിനെ കൊല്ലാത്തതിൻ്റെ പേരിൽ ആ കൽപ്പന ഏറ്റെടുത്ത് കൊണ്ടുപോയ അവരുടെ ശൗൽ എന്ന് വിളിക്കുന്ന അവരുടെ രാജാവിനെ ആ രാജസ്ഥാനത്തു നിന്ന് നീക്കുകയും ഈ ദൈവത്തിൻ്റെ പ്രവാചകനായ ശമൂവേൽ വന്ന് ഈ പറയപ്പെട്ട രാജാവിനെ ദൈവത്തിൻ്റെ മുമ്പാകെ തുണ്ടം തുണ്ടമാക്കി വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇവരുടെ ദൈവത്തിന് സന്തോഷമായി എന്ന് എഴുതിയിരിക്കുന്നു. പുസ്തകം ഏതാ? 1 ശമൂവേൽ 15-ാം അധ്യായം. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വവും ഈ ഭാരവും ആരുടെ തലയിലേക്ക് വരുന്നു? ആരുടെ ചുമലിലേക്കാണ് വരിക? യേശുവിൻ്റെ ചുമലിലേക്ക് വരും എന്ന് പറഞ്ഞാൽ പാസ്റ്റർ അനിലിന് വളരെ എളുപ്പത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു മഹാനുഭാവൻ എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുമോ? ഇനി ഇസ്രായേലിയർക്ക് മദ്യം അനുവദിച്ചുകൊണ്ട് നിങ്ങൾ മദ്യം നല്ലപോലെ കുടിച്ചോളാൻ പറയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് നമുക്ക് കാണാം. അതിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ഈ ആവർത്തന പുസ്തകം 14-ാമത്തെ അധ്യായം. ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം നിനക്ക് ദശാംശം കൊണ്ടുപോകാൻ സാധിക്കാത്തത്ര ദൂരെയാണെങ്കിൽ നീ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഫലങ്ങൾ വിറ്റ് പണമാക്കി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ വെച്ച് ആ പണം കൊണ്ട് നിനക്കിഷ്ടമുള്ള കാളയോ ആടുകളോ വീഞ്ഞോ ശക്തിയുള്ള ലഹരി പാനീയമോ എന്തെങ്കിലുമോ വാങ്ങാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ഭക്ഷിച്ച് നീയും നിന്റെ കുടുംബാംഗങ്ങളും ആഹ്ലാദിക്കുവീൻ. ആ സമയത്ത് നിന്റെ കൂടെയുള്ള പുരോഹിതന്മാരെ കൂട്ടി ഇതൊക്കെ ചെയ്തോ. ഇവിടെ ഇവരുടെ സക്കാത്തിൻ്റെ കാശ് ഇവർ അതുമായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ഈ ആഘോഷിക്കണമെന്ന് പറയുമ്പോൾ ഇവർ ഈ സക്കാത്തായിട്ട് കൊണ്ടുവരുന്ന ഈ അവരുടെ വസ്തുക്കൾ അത്രയും ദൂരേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അതെല്ലാം അവരുടെ നാട്ടിൽ വെച്ച് തന്നെ വിറ്റ് അത് പണമാക്കി കൊണ്ടുവന്നിട്ട് ഈ നാട്ടിൽ വരണം. അങ്ങനെ ദൈവത്തെ ബഹുമാനിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? അവിടെ നിനക്ക് ആടോ മാടോ വീഞ്ഞോ, നമ്മുടെ സത്യവേദ പുസ്തകം പോലെയാണെങ്കിൽ മദ്യമോ, നമ്മുടെ POC ബൈബിൾ പ്രകാരമാണെങ്കിൽ ശക്തിയായ ലഹരി പാനീയമോ കുടിക്കാം. കുടിച്ച് അതിൽ സന്തോഷിക്കാം, കുടുംബസഹിതം സന്തോഷിക്കാം, പുരോഹിതനെ കൂട്ടിയിരുത്തിയും സന്തോഷിക്കാം. ഇതും യേശുവിൻ്റെ അധ്യാപനമായിരുന്നു
എന്ന് പാസ്റ്റർ അനിൽ സമ്മതിക്കേണ്ടി വരും. ഇനി യുദ്ധങ്ങളൊക്കെ നടത്തി അങ്ങനെ തടവുകാരിൽപ്പെട്ട ആളുകളിൽ ഒരു സ്ത്രീയെ കണ്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടാൽ വലങ്കൈ ഉടമപ്പെടുത്താമോ? ഇവർ ഇസ്ലാമിനെതിരെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ വലങ്കൈ ഉടമപ്പെടുത്തിയവരെന്ന് പറഞ്ഞാൽ ആരാണ്? അത് യുദ്ധത്തിലൂടെ സമരാർജിത സമ്പത്തിൽ വരുന്ന ആ സ്ത്രീയല്ലേ? അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ബൈബിളിൻ്റെ പുസ്തകം ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൽ കാണാം, ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ്, ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ യേശു, അവരെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും നീ അവരെ അടിമകളാക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഇടയിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയും അവളിൽ നിനക്ക് താല്പര്യം ജനിക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവളെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അവൾ തല മുണ്ടനം ചെയ്യുകയും നഖം വെട്ടുകയും ചെയ്തതിനു ശേഷം അടിമത്തത്തിൻ്റെ വസ്ത്രം മാറ്റി 1 മാസത്തേക്ക് നിന്റെ വീട്ടിലിരുന്ന് സ്വന്തം മാതാപിതാക്കളെ ഓർത്ത് വിലപിക്കട്ടെ. അതിനുശേഷം നിനക്ക് അവളെ പ്രാപിക്കാം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. അപ്പോൾ ഇവിടെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഈ അടിമകളുടെ ഇടയിൽ നിന്നും ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടുത്തിയാൽ വലങ്കൈ ഉടമപ്പെടുത്താൻ കഴിയുമോ? കഴിയുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു സ്ത്രീയെ കണ്ട് അവൾ സുന്ദരിയാണെന്ന് കണ്ടാൽ നിനക്ക് അവളോട് താല്പര്യം ജനിച്ച് അവളെ ഭാര്യയാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു എങ്കിൽ 1 മാസം അവൾക്ക് കരയാൻ വേണ്ടി കൊടുക്കണം. അങ്ങനെ കരച്ചിലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നീ അവളുടെ അടുക്കൽ ചെന്നാൽ നിനക്ക് അവളെ പ്രാപിക്കാം. അതേപോലെ തന്നെ അവൾ നിന്റെ ഭാര്യയായിരിക്കും. ഇവിടെ സ്വതന്ത്ര സ്ത്രീകൾക്കുള്ളതുപോലെ ആ സ്ത്രീയുടെ സമ്മതമൊന്നും ഇവിടെ ആരും ചോദിക്കുന്നില്ല. കാരണം ഈ സ്ത്രീ അടിമയായി പിടിക്കപ്പെട്ടവളാണ്. ഇവളുടെ റൈറ്റ് ഇല്ലാതായിരിക്കുകയാണ്. കാരണം ഇവൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണ്, ഇവരെ കൊല്ലാൻ വന്നതാണ്. എന്നാൽ യാദൃശികമായി ഇവർ ഇപ്പോൾ പരാജയപ്പെട്ടു, ഇവരുടെ ആളുകളെല്ലാം ഓടിപ്പോയി, തടവിലാക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവളുടെ റൈറ്റ് ഇല്ല. അങ്ങനെ റൈറ്റ് ഇല്ലാതെ ആ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വന്നാൽ അങ്ങനെ ഈ ആളിലേക്ക് അത് ഉടമയുടെ അവകാശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ അടിമയോട് ഇദ്ദേഹത്തിന് ദാമ്പത്യ ജീവിതം ആരംഭിക്കണമെന്ന് താല്പര്യപ്പെട്ടാൽ അതിന് അനുവാദം ബൈബിളിലെ ഈ നിയമപ്രകാരമുണ്ട്. ഈ നിയമം നൽകിയതും പാസ്റ്റർ അനിലിന്റെ വിശ്വാസപ്രകാരം അത് യേശുവാണെന്ന് പറയേണ്ടി വരും. ഇനി അടുത്തത് നമുക്ക് ദാവീദിന്റെ വിഷയത്തിൽ ഇവരുടെ ദൈവത്തിന്റെ ഒരു നിലപാട് നമുക്ക് കാണാം. 2 ശമൂവേൽ എന്ന് പറയുന്ന ഇവരുടെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിൽ അവിടെ കാണാം, ദാവീദ് ഭരണമേറ്റതിനെ കുറിച്ച് പറയാണ്. ഹെബ്രോനിൽ യൂദായെ 7 വർഷവും 6 മാസവും അവൻ ഭരിച്ചു. ജെറുസലേമിൽ ഇസ്രയേലിനെയും യൂദായെയും 33 വർഷവും ഭരണം നടത്തി. എന്ന് വെച്ചാൽ ദാവീദ് രാജാവ് ജെറുസലേമിൽ ഇരുന്നു കൊണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന ഭാഗത്തെയും യൂദ എന്ന് പറയുന്ന ഭാഗത്തെയും എന്ത് ചെയ്തു? 33 വർഷം ഭരണം നടത്തി. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പറയുന്ന സ്ഥലത്ത് കാണാം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ ദാവീദ് ഈ ഭരണം നടത്തുന്ന സമയത്തൊക്കെ ദൈവം അദ്ദേഹത്തോടു കൂടെ ഉണ്ടായിരുന്നു. ഹെബ്രോനിൽ നിന്ന് വന്നതിന് ശേഷം ദാവീദ് ജെറുസലേമിൽ നിന്ന് കൂടുതൽ ഉപനാരികളെയും ഭാര്യമാരെയും സ്വീകരിച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹം ധാരാളം ഭാര്യമാരെ, എന്നുവെച്ചാൽ പോളിഗമി, അവിടെ ബഹുഭാരിത്വമുണ്ട്. അതേപോലെ തന്നെ ഉപനാരികളെ, അല്ലെങ്കിൽ ഇവരുടെ സത്യവേദ പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെപ്പാട്ടികളെയും അല്ലെങ്കിൽ ദാസിമാരായിട്ടുള്ള ഭാര്യമാരെയും എന്ത് ചെയ്തു? സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ധാരാളം പുത്രിപുത്രന്മാർ ജനിച്ചു എന്ന് കാണാം. ഇങ്ങനെ ധാരാളം ഭാര്യമാരും ഉപനാരികളും ഉണ്ടായിരുന്ന ദാവീദ് എന്നാൽ ഒരു തെറ്റു ചെയ്തതായിട്ട് കൂടി ബൈബിളിനകത്ത് പറയുന്നുണ്ട്. ആ തെറ്റിതാണ്, അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ മട്ടുപ്പാവിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ താഴെ ഒരു സ്ത്രീ കുളിക്കുന്നതായിട്ട് കണ്ടു. ആ സ്ത്രീയിൽ ദാവീദിന് ആഗ്രഹം ജനിക്കുന്നു. ദാവീദ് ഈ ആളുകളെ പറഞ്ഞു വിട്ടിട്ട് ഈ സ്ത്രീയെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കൊണ്ടുവരുന്നു. അദ്ദേഹം ബലാത്കാരം ചെയ്യുന്നു. ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടു. ആ സ്ത്രീ പിന്നീട് ഗർഭിണിയാവുന്നു. ഇങ്ങനെ ഗർഭം ധരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ സ്ത്രീ ദാവീദിനെ അറിയിക്കുന്നു. ദാവീദ് ആ സമയത്ത് ഈ സ്ത്രീയുടെ യഥാർത്ഥ ഭർത്താവായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സൈനാധിപൻ കൂടിയായിട്ടുള്ള ഉരിയാവിനെ വിളിച്ചു വരുത്തുകയും ഭാര്യയുടെ അടുക്കിലേക്ക് വിടാനൊരു ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹം ഈ ദാവീദിനോടും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള മറ്റാളുകൾ യുദ്ധമുഖത്തായതുകൊണ്ടും അദ്ദേഹം ഭാര്യയുടെ അടുക്കൽ പോയി ഒരു സന്തോഷ ജീവിതം നയിക്കാൻ ശ്രമിക്കാതെ തിരിച്ച് അദ്ദേഹം മടങ്ങിപ്പോവുകയും ഈ ഗർഭം ഇദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദാവീദ് ഈ യുദ്ധമുഖത്ത് നിന്നും ഇദ്ദേഹത്തിനെ ചതിച്ചു കൊല്ലാനുള്ള ഏർപ്പാട് ചെയ്യുകയും അദ്ദേഹത്തിനെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഈ ബത്ശേബയും ദാവീദും തമ്മിലുള്ള ബന്ധം, ഈ അവിഹിത ബന്ധം രഹസ്യമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു പ്രവാചകൻ വരികയും ഇദ്ദേഹത്തിനെ ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഈ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന നാഥാൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ദൈവത്തിൻ്റെതായി, പാസ്റ്റർ അനിലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിൻ്റെതായ ഒരു ഡയലോഗായിട്ട് ഇവിടെ കാണാം. നിന്റെ യജമാനൻ്റെ ഭവനം ഞാൻ നിനക്ക് നൽകി, അവൻ്റെ ഭാര്യമാരെയും നിനക്ക് തന്നു. ആരാ പറയുന്നത്? ദാവീദിനോട് പറയുകയാണ്, നിനക്ക് നിന്റെ യജമാനൻ്റെ ഭവനത്തെയും അവൻ്റെ ഭാര്യമാരെയും നിനക്ക് തന്നു. നിനക്ക് ഇസ്രയേലും യഹൂദിയെയും നിനക്ക് തന്നു. കാരണം ഇസ്രയേലിലും യഹൂദിയിൽ വെച്ചിട്ടും ഇദ്ദേഹം ധാരാളം ഭാര്യമാരെ ഉപനാരികളെയും ഒക്കെ സ്വീകരിച്ചല്ലോ.
ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികവും നിനക്ക് നൽകുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു? അമ്മോനിയരുടെ വാൾ കൊണ്ട് ഹിത്തിനായ ഉരിയാവിനെ നീ കൊല്ലിച്ചു, അവൻ്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഹിത്തിനായ ഉരിയാവിൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ ഇദ്ദേഹത്തിൻ്റെ യജമാനൻ്റെ ഭവനത്തെയും ഭാര്യമാരെയും കൊടുത്തത് ആരാ? ഈ ദൈവം. രണ്ടാമത് ഇദ്ദേഹത്തിന് യഹൂദിയെയും യെരുശലേമും കൊടുത്തു. അവിടെയും ഇദ്ദേഹത്തിന് ധാരാളം ഉപനാരികളെയും ഭാര്യമാരെയും അനുവദനീയമാക്കി കൊടുത്തു. ആ കൊടുത്തതും ആരാ? ഈ ദൈവം തന്നെ. ഇനിയും ഇതൊന്നും പോരായിരുന്നെങ്കിൽ നിനക്കിതിൽ അധികവും ഞാൻ നൽകുമായിരുന്നു. ഈ പറയുന്നതും ആരാ? ഈ ദൈവം തന്നെ. എന്നാൽ നീ ഈ വഴിയൊന്നും സ്വീകരിക്കാതെ നീ പറയപ്പെടുന്ന ഉരിയാവിനെ നീ ചതിച്ചു കൊല്ലുകയും അവൻ്റെ ഭാര്യയെ അപഹരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിന്റെ മേൽ ശിക്ഷ വരും. അപ്പോൾ ദാവീദിന് ബഹുഭാരിത്വമുള്ളതോ അദ്ദേഹത്തിന് ദാസിമാരുള്ളതോ ഒന്നും തന്നെ ഈ ദൈവത്തിന് പ്രശ്നമല്ലെന്ന് മാത്രമല്ല, നിനക്കിതൊന്നും പോരായിരുന്നെങ്കിൽ നിനക്കിതിൽ അധികവും നൽകുമായിരുന്നു എന്ന ഓഫർ കൂടിയാണ് ഈ സ്ഥലത്ത് ദൈവം നൽകുന്നതായിട്ട് ഈ ബൈബിളിലെ പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ പാസ്റ്റർ അനിലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ചെയ്ത കാര്യമായി പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ യേശുവിലേക്ക് വരുമെങ്കിൽ ഇതും ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാവേണ്ടതില്ലേ? ഇനി അടിമ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ബൈബിളിലെ ഇവരുടെ ദൈവം കൊടുക്കുന്ന നിയമങ്ങൾ, പാസ്റ്റർ അനിലിൻ്റെ ഭാഷയിൽ യേശു കൊടുക്കുന്ന നിയമങ്ങൾ, ഇവരുടെ ചിലരുടെയൊക്കെ ചാനലിലൊക്കെ ജാമ്യത വന്നിരുന്ന് ഇസ്ലാമിൽ അടിബദ്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ പ്രോത്സാഹനം നൽകിയിരിക്കുന്ന ആളുകളുടെ ബൈബിൾ നിങ്ങൾ നോക്കിയാൽ, പുറപ്പാട് പുസ്തകം, ബൈബിളിലെ 2-ാമത്തെ പുസ്തകം, അതിലെ ഈ പറയപ്പെടുന്ന ഭാഗത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവിടെ ഈ 21-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ്. എബ്രായനായ ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങിയാൽ അവൻ നിന്നെ 6 വർഷം സേവിച്ചു കൊള്ളട്ടെ. 7-ാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രമാക്കണം. അവൻ തനിച്ചാണ് വന്നതെങ്കിൽ തനിച്ചു പോയിക്കൊള്ളട്ടെ. ഭാര്യയോടുകൂടിയെങ്കിൽ അവളും കൂടെ പോകട്ടെ. യജമാനൻ അവന് ഭാര്യയെ നൽകുകയും അവൻ അവളിൽ പുത്രന്മാരോ പുത്രിമാരോ ജനിക്കുകയും ചെയ്താൽ അവളും കുട്ടികളും യജമാനൻ്റെ വകയായിരിക്കും. ആകയാൽ അവൻ തനിയെ പോകണം. യജമാനനാണ് ഈ ദാസന് ഒരു ഭാര്യയെ കൊടുക്കുന്നതെങ്കിൽ ആ ഭാര്യയും കുട്ടികളും ഒന്നും ഈ അടിമയുടെ അവകാശത്തിലല്ല. എന്നുവെച്ചാൽ കുട്ടികളെ ജനിപ്പിക്കുക, കുട്ടികളൊക്കെ യജമാനൻ്റെ ആയിരിക്കും, ഇയാൾക്ക് സ്വതന്ത്രമായിട്ട് പോകാം. എന്നാൽ ഇയാൾ പറയുകയാണ്, എന്നാൽ ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും കുട്ടികളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ദാസൻ തീർത്തു പറഞ്ഞാൽ യജമാൻ അവനെ ദൈവസമക്ഷം കൊണ്ടുവന്ന് കതകിൻ്റെയോ കട്ടളയുടെയോ അടുക്കൽ നിർത്തി അവൻ്റെ കാത് തോലുളി കൊണ്ട് തുളയ്ക്കണം. അവൻ എന്നേക്കും അവൻ്റെ അടിമയായിരിക്കും. അപ്പം ഈ സ്വതന്ത്രനായി പോകേണ്ട ഒരാൾ അയാളുടെ 7 വർഷം പൂർത്തീകരിച്ചു. ആ സമയത്ത് അയാൾ പറയുകയാണ്, ഞാൻ സ്വതന്ത്രനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇയാൾ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഇയാളെ കൊണ്ടുവന്ന് കതകിൻ്റെയോ കട്ടളയുടെയോ അടുക്കൽ കൊണ്ടുപോയിട്ട് ഉളി കൊണ്ട് എന്ത് ചെയ്യണം? ഇയാളുടെ കാത് കുത്തണം. എന്നിട്ട് പിന്നെ അടുത്തൊരു നിയമത്തെക്കുറിച്ച് കാണുക. ഒരുവൻ തൻ്റെ പുത്രിയെ അടിമയായി വിറ്റാൽ, ഒരാൾ പുത്രിയെ അടിമയായിട്ട് വിൽക്കുകയാണ്. അങ്ങനെ വിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പുരുഷന്മാരായ അടിമകൾ സ്വതന്ത്രമായി പോകുന്നത് പോലെ അവൾ പോകാൻ പാടില്ല. എന്നാൽ യജമാനൻ അവൾക്ക് വിവാഹം വാഗ്ദാനം നൽകിയ ശേഷം അവളിൽ അതൃപ്തി തോന്നിയാൽ അവൾ വീണ്ടെടുക്കപ്പെടാൻ അനുവദിക്കണം. ഇങ്ങനെ തുടങ്ങി ധാരാളം അടിമക്കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ കാണാം. ഇതും ആര് കൊടുത്തു എന്ന് പറയണം. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ യുദ്ധങ്ങളായാലും കൊള്ളമുതൽ പിടിച്ചതായാലും അതേപോലെ അടിമകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളായാലും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതേപോലെ ബഹുഭാരിത്വമായാലും ഉപനാരികളുടെ വിഷയമായാലും പറയുമ്പോൾ ഈ പശ്ചാത്തലങ്ങളും അന്നത്തെ സാഹചര്യങ്ങളും ഒക്കെ തന്നെ വിശദീകരിച്ച് പറഞ്ഞാൽ മാത്രമേ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്കും അവരുടെ ദൈവത്തെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളപൂശാനോ പുട്ടിയടിക്കാനോ ഒക്കെ എന്ത് ചെയ്യുള്ളൂ? സാധിക്കുകയുള്ളൂ. ഈ വ്യാഖ്യാന ഫാക്ടറിയിലിട്ട് വെളുപ്പിക്കേണ്ടി വരുമെന്നൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ യേശുവിനെ ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിലും ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളുടെയും പശ്ചാത്തലങ്ങളും അതിൻ്റെ ന്യായങ്ങളും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? അവതരിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ കനമേറിയ ബാധ്യതകൾ തലയിലിരിക്കുന്ന ക്രൈസ്തവരാണ് ഈ വിഷയത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ചോദ്യങ്ങളെ തന്നെ ദുർബലപ്പെടുത്താൻ, അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി വളരെ കൃത്യമായി നിങ്ങളോട് വർഷങ്ങളായി ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്, നിങ്ങളുടെ ഏക ദൈവം എന്ന് പറയുന്നത് യേശു ആണെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ കാണപ്പെടുന്ന ഈ കൊലയും ഈ കൊള്ളയും ഈ കൊല്ലിച്ചതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ യേശുവിന് ബാധകമല്ലേ? യേശുവല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ തൃത്വവിശ്വാസ പ്രകാരം ഒരാൾ പറയുമ്പോൾ 3 പേരും കൂടി ചേർന്നാണ് പറയുന്നതെങ്കിൽ, പിതാവ് മാത്രമാണ് ഈ കൊല്ലാൻ പറഞ്ഞതെങ്കിൽ
അതിലും യേശുവിനും ആ ഒരു കൂട്ടായ്മ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. അതിന് മറുപടി പറയാതെ നിങ്ങളെല്ലാവരും മുങ്ങി നടന്നു. അനിൽകുമാർ അയ്യപ്പനെ പോലുള്ള ആളുകൾ ഞാൻ 100 തവണ ചോദിച്ചിട്ടും ആ ഭാഗത്തേക്കൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ വേറെ ചില പണികളൊക്കെ ചെയ്തുകൊണ്ട് വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. പക്ഷെ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ മുന്നോട്ട് വന്ന് ഈശോ ചോദിക്കും നമ്മൾ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ആളുകൾ ശ്രദ്ധ വിളിച്ചു കൂട്ടിയപ്പോൾ താങ്കൾക്ക് ഗത്യന്തരമില്ലാതെ ഇതിന് മറുപടി പറയേണ്ടി വന്നു. അങ്ങനെ താങ്കൾ ഈ ഭാരമെല്ലാം കൂടെ വലിച്ച് യേശുവിൻ്റെ തലയിലേക്ക് വെച്ചു. ഇനി മറ്റൊരു കാര്യം എന്താ? ഇസ്ലാമിക വിശ്വാസപ്രകാരം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഒരു യുദ്ധവും ചെയ്തിട്ടില്ല, ഒരു കൊള്ള മുതലും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ഈസാ നബി അല്ലേ ക്രൈസ്തവരിലെ യേശുവിനെക്കാട്ടിലും ശ്രേഷ്ഠമെന്ന് തോന്നിയാൽ അവരെ നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം അവർ നിങ്ങൾക്ക് വിമർശിക്കാൻ യാതൊരു അവകാശവുമില്ല. കാരണം സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കൂലേ? എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന സകല പ്രവാചകന്മാരെ ഞങ്ങൾ വിശ്വസിക്കുകയും യുദ്ധം ചെയ്ത പ്രവാചകന്മാരെയും യുദ്ധം ചെയ്യാത്ത പ്രവാചകന്മാരെയും അവരെല്ലാവരും അതത് കാലഘട്ടത്തിലെ അതത് സാഹചര്യം അനുസരിച്ച് ദൈവം ഓരോ വിഷയങ്ങളിൽ ഇടപെടാൻ അവർക്ക് നൽകിയ കൽപ്പന പ്രകാരം അവയൊക്കെ പൂർത്തീകരിച്ചതാണ് എന്നതല്ലാതെ ചില ആളുകളെ മോശമായി ചിത്രീകരിക്കുകയും മറ്റു ചിലരെ മാത്രം നല്ലതായി കാണുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് ഞങ്ങൾക്കില്ല. ദൈവത്തിൻ്റെ കൽപ്പനയാണോ അത് അനുസരിച്ച ആ പ്രവാചകന്മാരും ആ സമൂഹവും അവർ മാതൃകായോഗ്യരായിട്ടുള്ള ആളുകളാണ്. പാസ്റ്റർ അനിൽ പറയുന്നത് പോലെ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന സമയത്ത് ഇതൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോഴും യേശു ക്രിസ്തു മുകളിൽ ഇരുന്നുകൊണ്ട് കൽപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചപ്പോൾ മാതൃകായോഗ്യമല്ലാത്ത കാര്യങ്ങളാണോ യേശു ചെയ്യിപ്പിച്ചത് എന്നതുകൂടി വിശദീകരിക്കാൻ ബാധ്യതയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ സ്വയം ബൈബിൾ വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അത് മറച്ചു വെച്ച് ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിച്ച് നബിയെ മോശമാക്കാൻ വേണ്ടി വന്ന ആളുകൾ ഇന്ന് ആ കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ യേശു ചെയ്തു എന്ന് സമ്മതിച്ച് ഇനി ഒന്നും പറയാൻ വയ്യാത്ത രൂപത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതായിരുന്നു പാസ്റ്ററിൻ്റെ രണ്ടാമത്തെ മറുപടി. ഇതൊരു നല്ല മറുപടിയായി ഫ്രെയിം ചെയ്ത് ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് ഇത് കേൾക്കുന്ന ഏതൊരു ക്രൈസ്തവനും അറിയാം. അതുകൊണ്ട് ഈസ ചോദിച്ചു ഞങ്ങളങ്ങ് കൊടുത്തു എന്നൊക്കെ വലിയ ആവേശം കൊള്ളിക്കുന്ന വർത്തമാനമൊന്നും പറയാതെ ഈസ ചോദിച്ചത് വളരെ കൃത്യമായി നെഞ്ചത്ത് തന്നെയാണ് കൊണ്ടത്. അതിന് മറുപടി പറഞ്ഞാൽ ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാവും. അതിനെക്കാട്ടി നല്ലത് നമ്മുടെ അനിലയ്യപ്പനൊക്കെ ചെയ്യുന്നത് പോലെ മൗനം മന്ദന് ഭൂഷണം എന്നുള്ള രൂപത്തിൽ മുന്നോട്ട് പോകലാണെന്ന് വളരെ സ്നേഹത്തിൽ ഞാൻ അനിലിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി തൃത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാസ്റ്റർ അനിൽ നടത്തിയിട്ടുള്ള പ്രതികരണത്തിന് മറുപടി നൽകാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.